ശ്രീ വസന്ത് തെങ്ങുംപള്ളി, വലിയ രീതിയിൽ വലിയ ആഘോഷമായി കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഓരോ മലയാളിയെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷകൾ ഇത് സംബന്ധിച്ചുണ്ട്. ഈ ആഘോഷ ചടങ്ങിൽ പക്ഷേ പരാമർശിക്കപ്പെടാതിരുന്ന ഒരു പേര് ഉമ്മൻചാണ്ടിയുടേതായിരുന്നു. പൂർണ്ണമായും ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ പോലും ഇല്ലാതാക്കി ഈ ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായത് നിങ്ങളെ സംബന്ധിപ്പിച്ച് വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണോ? അല്ല, രേണു നോക്കൂ, രേണു പറഞ്ഞതുപോലെ എന്നെയും രേണുവിനെയും എന്തിനേറെ പറയുന്നു, ഇന്ന് ആ വേദിയിൽ പോയി ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു എന്ന് പറയുന്നത് പോലെ അവിടെ പോയി ഇരുന്ന രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള മലയാളികളെ സംബന്ധിച്ച്, മലയാളം പറയാൻ അറിയാമെന്ന് മേനി നടിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള മലയാളികളെ സംബന്ധിച്ച്, ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ച് ഒരു അഭിമാനത്തിന്റെ നിമിഷമാണ്. ഇപ്പൊ അങ്ങ് ചോദിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ വലിയ സംഭാവന വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട് എന്ന് അവിടെ തിരതല്ലുന്ന അലമാലകൾക്ക് പോലും അറിയാം. അതിപ്പോ പിണറായി വിജയൻ അവിടെ പ്രസംഗിച്ചില്ല എന്നതുകൊണ്ടോ നരേന്ദ്രമോദി അവിടെ പറഞ്ഞില്ല എന്നതുകൊണ്ടോ അത് ഇല്ലാതാവുന്നില്ല. മറിച്ച് വിഴിഞ്ഞത്തെ ഓരോ ജനതയ്ക്കും, കേരളത്തിലെ ഓരോ കൊച്ചുകുട്ടികൾക്കും, എന്തിനേറെ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ജനിച്ചു വീണ കുട്ടികൾക്ക് പോലും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഒറ്റ പേരെ പറയാനുണ്ടാവുകയുള്ളൂ, ആ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. കാരണം ഞങ്ങൾക്ക് പറയാമല്ലോ, ഈ പദ്ധതി തുടക്കം കുറിച്ചത്, ഇങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്ത ജനാധിപത്യ ഗവൺമെന്റിന്റെ പേര് അതിനു മുമ്പ് രാജഭരണകാലത്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആദ്യമായി ഇത്തരം ഒരു വിഭാവനം ഉണ്ടായത് 91-ൽ അന്നത്തെ കരുണാകരൻ ഗവൺമെന്റ് ആണ്. കരുണാകരൻ ഗവൺമെന്റിൽ MVR 95-ൽ MOU സൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ 95-ന് ശേഷം സർക്കാർ താഴെ പോകുന്നു, നയനാർ സർക്കാർ വരുന്നു, അത് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. പിന്നെ വന്ന ആന്റണി ഗവൺമെന്റ് ആണ് ആദ്യമായി ടെൻഡർ വിളിക്കുന്നത്. ആ ടെൻഡറിന് മേൽ വലിയ അഴിമതി ആരോപണമാണ് അന്ന് CPM ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ആ ടെൻഡർ ഉപേക്ഷിക്കപ്പെടുന്നു. പിന്നീട് വന്ന അച്യുതാനന്ദൻ ഗവൺമെന്റ് അതിൽ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് ഞങ്ങൾ പറയില്ലല്ലോ, CPM അത് പറയുന്നില്ല എന്നുള്ളതാണ് ആശ്ചര്യകരം. നോക്കൂ, അച്യുതാനന്ദൻ ഗവൺമെന്റ് ആണ് ആദ്യമായി സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടേംസ് ഓഫ് റെഫറൻസ് മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അച്യുതാനന്ദൻ ഗവൺമെന്റിനും അതുമായി മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരുന്നു. ഉമ്മൻചാണ്ടി അസന്നിഗ്ധമായി സഭയ്ക്കുള്ളിൽ, ഇത് റെക്കോർഡിലുള്ള കാര്യമാണല്ലോ, സഭയ്ക്കുള്ളിൽ പറയുന്നു, എന്റെ രക്തത്തിൽ ചവിട്ടിയാണെങ്കിലും എന്റെ ജീവൻ ബലി കഴിച്ചാണെങ്കിലും നിങ്ങൾ വലിച്ചിഴയ്ക്കുന്ന എന്റെ പ്രതിച്ഛായ ഉണ്ടല്ലോ, അത് പകരം തന്നിട്ടാണെങ്കിലും വിഴിഞ്ഞത്തൊരു തുറമുഖം ഉണ്ടാക്കുമെന്ന് പറയുന്നു ഉമ്മൻചാണ്ടി. വെറുതെ കല്ലിട്ട് പോവുകയാണോ ചെയ്യുന്നത്? അന്ന് മാറിയിരുന്ന് പഴയ AKG സെന്ററിൽ ഇരുന്ന് 6000 കോടിയുടെ അഴിമതി, 7000 കോടിയാണ് ടോട്ടൽ പദ്ധതി, അതിൽ 6000 കോടിയുടെ അഴിമതി പ്രഖ്യാപിച്ചു പോയ പിണറായി വിജയനും സഭയ്ക്കുള്ളിൽ ഇത് വലിയ കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞ VS അച്യുതാനന്ദനും അന്നത്തെ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ളവർ കൊഞ്ഞനം കുത്തി പരസ്പരം വീറു പറഞ്ഞ് പരസ്പരം പോര് പറഞ്ഞിരുന്ന സമയത്ത് അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കല്ലിടുകയല്ല ചെയ്തത്. ഒന്ന്, പാരിസ്ഥിതിക അനുവാദം നേടിയെടുത്തു. അതിനാവശ്യമായ ടേംസ് ഓഫ് റെഫറൻസ് ആ സർക്കാർ നടപ്പിലാക്കി. ആർക്കിടെക്ചറൽ ഡിസൈൻ മുമ്പോട്ട് കൊണ്ടുവന്നാരാണ്? അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. കൺസൾട്ടൻസി ഏൽപ്പിച്ചതാരാണ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. ആദ്യമായി ടെൻഡർ ഗ്ലോബൽ ടെൻഡർ വിളിക്കുകയും കരാറിൽ ഒപ്പിടുകയും ചെയ്തതാരാണ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. നിർമ്മാണ ഉദ്ഘാടനം നടത്തിയാരാണ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. ഭൂമി ഏറ്റെടുത്തവരാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. 376 കോടി രൂപ, ഏതാണ്ട് 380ഓളം കോടി രൂപയുടെ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുക മാത്രമല്ല ബഡ്ജറ്റിൽ ആ പണം വകയിരുത്തുകയും ചെയ്ത ഗവൺമെന്റിന്റെ പേരാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. പക്ഷെ ഈ സമയത്ത് ഇവരെന്താ ചെയ്തിരുന്നതെന്ന് അറിയാമോ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കയ്യാമം വെച്ച് പുതുപ്പള്ളി വീട്ടിൽ നിന്നും വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് ഉമ്മൻചാണ്ടിയെ കൊണ്ടുപോകും എന്ന് പ്രസംഗിക്കുകയായിരുന്നു. ആര്? അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ പ്രസംഗമാണ്. പുതുപ്പള്ളി ഹൗസിൽ നിന്നും കയ്യാമം വെച്ച് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് ഉമ്മൻചാണ്ടിയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ഈ പിണറായി വിജയനുണ്ടല്ലോ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ പുതിയൊരു സർക്കാർ വരികയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ 10 സെക്കൻഡ് കൂടി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയൊരു സർക്കാർ വരികയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതെല്ലാം അപ്പാടെ വിഴുങ്ങുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല രേണു ചെയ്തത്. ഈ സർക്കാർ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനെ പ്രഖ്യാപിച്ചു. എന്തിന്? ഈ വിഴിഞ്ഞം കരാറിൽ, ഉമ്മൻചാണ്ടി ഏർപ്പെട്ട കരാറിൽ അഴിമതി ഉണ്ടോ എന്ന് കണ്ടെത്താൻ. ആ കമ്മീഷൻ തിരുവനന്തപുരത്ത് സിറ്റിംഗ് നടത്തി. പോരാ എന്ന് പറഞ്ഞു CPM. എറണാകുളത്തും സിറ്റിംഗ് വേണമെന്ന് പറഞ്ഞു. ഒടുക്കം എറണാകുളത്തും സിറ്റിംഗ് നടത്തി. പിണറായി വിജയൻ പോയിട്ട് പിണറായി വിജയന്റെ കാറിന്റെ ഡ്രൈവർ പോലും അവിടെ മൊഴി കൊടുക്കാൻ പോയില്ല. ഈ അഴിമതിയിൽ തൂണിന്റെയോ തുരുമ്പിന്റെയോ
തൂണിന്റെ തുരുമ്പിന്റെ പോലും അഴിമതിയില്ല എന്ന് ശരി. എഴുതി രാമേന്ദ്രൻ കമ്മീഷൻ. അപ്പൊ ആരാണ് ഈ വിഴിഞ്ഞത്തിന്റെ യഥാർത്ഥ പിതാവ് എന്നുള്ളത് ചിന്തിച്ചു നോക്കുന്നവർക്ക് മനസ്സിലാവും, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ശരി, ചരിത്രത്തെ അങ്ങനെ മായ്ച്ചു കളയാൻ പറ്റില്ല എന്നതാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന കാര്യം.